സോ അടുത്ത എക്സാമ്പിൾ കോമ്പൗണ്ട് പെൻഡുലമാണ്. ഇതും നേരത്തെ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അടുത്ത ജനറലൈസ്ഡ് കോർഡിനേറ്റ് എടുക്കും, ജനറലൈസ്ഡ് വെലോസിറ്റി എടുക്കും, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കും, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കും, ലഗ്രാഞ്ച് ടി മൈനസ് പി കണ്ടുപിടിക്കും, എന്നിട്ട് ഡോയൽ ബൈ കോർഡിനേറ്റ് വെച്ചുള്ള ഡെറിവേറ്റീവ് എടുക്കും, എല്ലിൻ്റെ ജനറലൈസ്ഡ് വെലോസിറ്റി വെച്ചുള്ള ഡെറിവേറ്റീവ് എടുക്കും, ലഗ്രാഞ്ചസ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ബന്ധം അറിയാമല്ലോ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു കോമ്പൗണ്ട് ബന്ധം ഉണ്ട്. അപ്പോൾ അതിനൊരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ പോയി തന്നെ എടുക്കുക. അതിന് ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവും. അപ്പോൾ തൽക്കാലം ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് എഴുതുക. ഇപ്പോൾ അത് എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ എന്തായിരിക്കും എൽ, ഈ ലെന്ത് എൽ ആയിരിക്കും. എന്നിട്ട് ഇതിനെ ഓസിലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെയും ഒരു പ്ലെയിനിൽ മാത്രം ഓസിലേഷൻ നോക്കാൻ പറ്റുന്നത്. ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെയും ഒരു കോർഡിനേറ്റിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റൊരു പോസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് പോകുന്നൊരു പോസ്റ്റ് എടുക്കുന്നു. അപ്പോൾ അത് സി എന്ന് പറഞ്ഞ പോയിന്റ്. എന്നിട്ട് നമ്മളടുത്തേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അത് ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കും അല്ലേ. ഓസിലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഇവിടെ നിന്ന് ഇരുന്നാൾ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ പോകും. അപ്പം ഇവിടെ ഈ ആംഗിൾ വെച്ച് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇരുന്നാൽ ഈ തീറ്റ വെച്ച് നമുക്ക് അവിടുത്തെ കാര്യം പറയാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ സെൻറ്റർ ഓഫ് മാസ് സി എം. ആ സെൻറ്റർ ഓഫ് മാസ് ഓസിലേറ്റ് ചെയ്ത് ഇവിടെ വരും. അവിടെ ഇപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ജനറലൈസ്ഡ് ക്വാണ്ടിറ്റി ഒരാളേ ഉള്ളൂ, തീറ്റയാണ്. അതുകൊണ്ട് ജനറലൈസ്ഡ് വെലോസിറ്റി തീറ്റ ഡോട്ട് ആയിരിക്കും, ഡി തീറ്റ ബൈ ഡി ടി. ഇനി അടുത്തെന്ത് വേണം? കൈനറ്റിക് എനർജി പിടിക്കാം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ ഇതൊരു റൊട്ടേഷനാണ്. നേരത്തെ സിമ്പിൾ ബെൻഡ് എടുക്കുമ്പോൾ ഒരൊറ്റ മാസേ ഉള്ളൂ, അതാണ് ഹാഫ് എം വി സ്ക്വയർ മതി. ഇവിടെ മാസ് പല ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. മാസ് പല ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും ബെൻഡ് ചെയ്തേക്കുക. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ പിടിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് വരും? ഐ ഈസ് ഈക്വൽ ടു നമുക്ക് വേണ്ടത് ഇതിനെ വെച്ചാണ് ഓസിലേറ്റ്. ഓ എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ഇതിനൊരു ആക്സിസ് ഇരിക്കുന്നു. ആ ആക്സിനെ വെച്ചിട്ട് ഇതിനെ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചെയ്യാൻ വേണ്ടി നമ്മൾ പാരലാക്സിസ് തിയറം പഠിച്ചിട്ടുണ്ട്. പാരലാക്സിസ് തിയറം പറയുന്നത് ഇതിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസ്, ഇവിടുത്തെ ആക്സിസ് ഇങ്ങനെയാണ്, അതിന് പാരലായിട്ട് ഇവിടെ പാസ് ചെയ്ത് ഞങ്ങൾക്ക് ആക്സിസ് പരിഗണിക്കുക. എന്നിട്ട് അത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ സി എം കണ്ടുപിടിക്കുക. പ്ലസ് ടോട്ടൽ മാസ്, ഈ ബോഡിയുടെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം എന്ന് എഴുതുക. ആ മാസ് ഇൻറ്റു എവര് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്കറിയാം, ലെന്ത് ഓഫ് ദി പെൻഡുലം എടുക്കുക. അപ്പോൾ എൽ, അപ്പോൾ ഇത് ഒത്തിരിയായിരിക്കും എൽ തന്നെയായിരിക്കും. അപ്പോൾ എം എൽ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എൽ. അപ്പോൾ ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, അത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് വേണ്ടത്, അതാണ് ഐ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് പാരലായിട്ട് ഇവിടെ പാസ് ചെയ്ത് ആക്സിസ് എടുക്കുന്നു, അത് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ സി എം പ്ലസ് ബോഡിയുടെ മാസ് എം ആയിട്ട് എവരിലുള്ള ഡിസ്റ്റൻസ് എൽ സ്ക്വയർ. ഇതാണ് പാരലാക്സിസ് തിയറം. ഇനി ഐ ഈസ് ഈക്വൽ ടു ICM, moment of inertia about the center of mass. ഏതൊരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ച് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ ഈക്വൽ എം കെ സ്ക്വയർ. അപ്പോൾ ഈ ഐസിന് വരാൻ എന്തെഴുതുന്നു? എം കെ സ്ക്വയർ പ്ലസ് എം എൽ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇതായിരിക്കും ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിരിക്കും. എൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ലെന്ത് ആയിരിക്കും. എം ആ ബോഡിയുടെ ടോട്ടൽ മാസ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് പിടിക്കാം? നമുക്ക് കൈനറ്റിക് എനർജി പിടിക്കാം. കൈനറ്റിക് എനർജി ആകുമ്പോൾ ടി. ഇപ്പോൾ ടി ഈസ് എന്താണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഹാഫ് ഐക്ക് വരെ നമുക്ക് എന്ത് കിട്ടും? എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇനി ഒമേഗ എന്താ നമുക്കറിയാം? ഒമേഗ ഡി തീറ്റ ബൈ ഡി ടി ആണ്, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ഡോട്ട് ആണ്. അപ്പോൾ തീറ്റ ഡോട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തായി? കൈനറ്റിക് എനർജി ആയി. അടുത്ത പൊട്ടൻഷ്യൽ എനർജി വേണം. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇവിടെ റെഫറൻസ് എടുക്കാം, അല്ലെങ്കിൽ മുകൾ ഭാഗം റെഫറൻസ് എടുക്കാം. അപ്പം ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്ത് പറയുമ്പോൾ ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പിക്കും.
അല്ല ഇതാണ് നമ്മുടെ റെഫറൻസ്. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0 എന്നും മുകളിലേക്കുള്ളത് പോസിറ്റീവ് താഴേക്കുള്ളത് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ സെന്റർ ഓഫ് മാസ് ഇത്ര താൻ നിൽക്കണം, ഇവിടെ നിൽക്കണം അല്ലേ. അപ്പോൾ ഈ താൻ നിൽക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതാണ് നമുക്ക് വേണ്ടി, ഇത്രയും ഡിസ്റ്റൻസ്. അപ്പോൾ എന്ത് പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും താഴേക്കായതുകൊണ്ട് മൈനസ് അല്ലേ, റെഫറൻസ് താഴേക്കായതുകൊണ്ട് മൈനസ്. ഈ ബോഡിയുടെ മാസ് എം ജി എച്ച് ഇവിടെ ഈ ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമ്മൾ ഈ പോയിലെ കാര്യങ്ങൾ ഇവിടുത്തെ ഈ പെർപെൻഡിക്കുലർ തീറ്റ മാറിയുള്ള പോയിലെ കാര്യങ്ങൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതെന്ന് പറഞ്ഞാൽ അതിന് വലിയ ഓബിക്ക് ഇൻറ്റു ഓബി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഈ ഓബിയിലൂടെയും നേരത്തെ നമുക്ക് ട്രയാങ്കിൾ എടുത്താൽ മതി. ഒ സി ബി ഇത് എൽ, ഇത് തീറ്റ. കോസ് തീറ്റ എടുക്കുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അവിടുന്ന് ഒ ബി ഈസ് ഈക്വൽ എന്ത് വരും, എൽ കോസ് തീറ്റ. അപ്പോൾ എന്ത് വരും, വി ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ കോസ് തീറ്റ. അപ്പോൾ കൈനറ്റിക് എനർജിയെ പൊട്ടൻഷ്യൽ ചെയ്യും നമ്മൾ തന്നെ ലഗ്രാഞ്ച് വിളിക്കും. എൽ ഈക്വൽ ടു ടി മൈനസ് പി. അപ്പോൾ ഈക്വൽ എന്ത് വരും, ഹാഫ് എം കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ ഡോട്ടിൻ്റെ സ്ക്വയർ മൈനസ് പ്ലസ് എം ജി എൽ കോസ് തീറ്റ. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് വെച്ച് ജനറലൈസ്ഡ് കോർഡിനേറ്റ് വെച്ചുള്ള എടുക്കണം. ഡോ എൽ ബൈ ഡോ തീറ്റ. അപ്പോൾ ഫസ്റ്റിന് അതിനകത്ത് തീറ്റ ഇല്ല, തീറ്റ ഡോട്ടേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. പിന്നെയുള്ള ഇത് അത് എം ജി എൽ കോൺസ്റ്റന്റ് എടുത്ത് പിന്നെ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ തീറ്റ. സോ ഡോ എൽ ബൈ ഡോ തീറ്റ എന്ത് വരും, മൈനസ് എം ജി എൽ സൈൻ തീറ്റ. അടുത്ത നമുക്ക് എന്ത് വേണം, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് വേണം. അപ്പോൾ ഈ ടൈമിനകത്ത് തീറ്റ ഡോട്ട് ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് 0, പിന്നെ ഇതിൻ്റെ മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ഹാഫ് എം കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ഇൻറ്റു തീറ്റ ഡോട്ട്. 2 ഉം 2 ഉം വെട്ടിപ്പോയിട്ട് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ ഡോട്ട്. അപ്പോൾ എല്ലാം ആയി. ഇനി നമ്മളെന്താ ലഗ്രാഞ്ചസ് ഇക്വേഷൻ എടുക്കണം. ലഗ്രാഞ്ചസ് ഇക്വേഷൻ എടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ എം കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഇതാണ്. അപ്പോൾ പ്ലസ് എം ജി എൽ സൈൻ തീറ്റ ഈക്വൽ ടു 0. ഇത് ചെയ്യുമ്പോൾ എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ സൈൻ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഈ എം ഇൻറ്റു കെ സ്ക്വയർ ബൈ എൽ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം കൂടെ കഴിയുമ്പോൾ കട്ട് ചെയ്ത് പോയിട്ട് ജി എൽ ബൈ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു 0. ഇനി വെൻ തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ടെൻസ് ടു തീറ്റ. സോ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി എൽ ബൈ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു 0. Therefore d square theta by dt square plus gl by k square plus l square into theta is equal to 0. ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്യാം, സിംഗിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ d square x by dt square plus omega square x is equal to 0. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. അപ്പോൾ ഒമേഗ സ്ക്വയറിന് പകരമായിരിക്കും ഇത് വന്നേക്കുന്നത്. അപ്പോൾ എന്തോരും ഒമേഗ സ്ക്വയറിന് പകരം വന്നേക്കുന്നത് ഇതാണ് ജി എൽ ബൈ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ ഒമേഗ എന്തായിരിക്കും, റൂട്ട് ഓഫ് ജി എൽ ബൈ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. നമുക്ക് വേണ്ട ടൈം പീരീഡ് ആണ് ടി സ്ക്വയർ 2π ബൈ ഒമേഗയാണ് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ജി എൽ ബൈ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ
ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ t is equal to 2 pi into root of k square plus l square by gl. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 2 pi into l കൊണ്ട് ഡിവൈഡ് ചെയ്യുക. root of k square by l plus l by g. അങ്ങനെ കോമ്പൗണ്ട് ബന്ധത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമ്മളിത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ജനറലൈസ്ഡ് കോർഡിനേറ്റ് എടുക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും വേണ്ടി വരും. കാരണം സിംഗിൾ പാർട്ടിക്കിൾ ഇല്ലാത്തതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ വേണ്ടി വരും. അതിൻ്റെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചായിരിക്കും കാൻഡിഗൈൻ കണ്ടുപിടിക്കുക. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു, ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുന്നു, ഡോ എൽ ബൈ ഡോ തീറ്റയും ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് കൊടുക്കുന്നു, ഇക്വേഷൻ കൊടുക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് ബന്ധത്തിന്റെ ഡെറിവേഷൻ. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡെറൈവ് ചെയ്യാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അത് F is equal to force is the rate of change of moment. F is equal to dp by dt ആണ് ഡെറൈവ് ചെയ്യാം. അതിനോട് ഒരു ഫ്രീ പാർട്ടിക്കിളെ കൺസിഡർ ചെയ്യുക. ഫ്രീ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. അതിന് എക്സ് ഡയറക്ഷനിൽ പോകാം, വൈ ഡയറക്ഷനിൽ പോകാം, ഇസഡ് ഡയറക്ഷനിൽ പോകാം. അപ്പോൾ അതുകൊണ്ട് 3 കോർഡിനേറ്റ് വേണ്ടി വരും. Q1, Q2, Q3. ഒന്നാമത്തെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ്, Q2 ആയിട്ട് വൈ എടുക്കുക, Q3 ആയിട്ട് ഇസഡ് എടുക്കുക. അപ്പോൾ ഇവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഇതിന് ഈക്വൽ, കാർട്ടീഷ്യൻ കോർഡിനേറ്റിന് ഈക്വൽ. അപ്പോൾ Q1 ആയിട്ട് എക്സ് കോർഡിനേറ്റ് എടുക്കുന്നു, രണ്ടാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് വൈ കോർഡിനേറ്റ് എടുക്കുന്നു, മൂന്നാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിട്ട് ഇസഡ്. കാരണം 3 ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് എക്സ് വൈ ഇസഡ് 3 കോർഡിനേറ്റ് മാറും. അപ്പോൾ എക്സ് വൈ ഇസഡ്. അപ്പോൾ Q1 ഡോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട്, Q2 ഡോട്ട് എന്ന് പറയുമ്പോൾ വൈ ഡോട്ട്, Q3 ഡോട്ട് എന്ന് പറയുമ്പോൾ ഇസഡ് ഡോട്ട്. ഇനി നമുക്കിവിടെ ഫോഴ്സ്, അപ്പോൾ ജനറലൈസ്ഡ് ഫോഴ്സ് കാണും അല്ലേ? ജനറലൈസ്ഡ് ഫോഴ്സ്, അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയും കറസ്പോണ്ടിങ് ആയിട്ട് ജനറലൈസ്ഡ് ഫോഴ്സ് കാണും. അപ്പോൾ ഇവിടെ G1 കാണും. ഇവിടെ GK ഡെൽറ്റ QK ഓർമ്മയുണ്ട്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് ഫോഴ്സ്. ഇവിടുത്തെ കേസിനകത്ത് ഇപ്പം ജനറലൈസ്ഡ് കോർഡിനേറ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ലെന്തിന് ഈക്വൽ ആയതുകൊണ്ട് GK ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആംഗിളാണ് വരുന്നെങ്കിൽ GK നമുക്ക് ഫോഴ്സ് ന്യൂട്ടൺ തന്നെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പം QK എന്നുള്ളത് എക്സ് വൈ ഇസഡ് ആയതുകൊണ്ട്, പൊസിഷൻ ആയതുകൊണ്ട് GK എന്നുള്ളത് എന്തിനായിരിക്കും? ഫോഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ G1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്, എക്സ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആകും Fx. G2 വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആകും വൈ ഡയറക്ഷനിലെ ഫോഴ്സ്. G3 ഇസഡ് കമ്പൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് Fx. ശരി. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ കൺസർവേറ്റീവ് ഫോമാണ്. ഈ ബാക്കിയുള്ള ഇക്വേഷൻസിലെല്ലാം ഉപയോഗിച്ചത്, ബാക്കി 3 ആപ്ലിക്കേഷൻ ഉപയോഗിച്ചത് കൺസർവേറ്റീവ് ഫീൽഡിന്റെ കേസിനകത്തുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജനറലൈസ്ഡ് ഫോമാണ്. ജനറലൈസ്ഡ് ഫോം ഓഫ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ അതാണ് d by dt ഓഫ് ഡോ t by ഡോ qk ഡോട്ട് മൈനസ് ഡോ t by ഡോ qk ഈക്വൽ ടു gk. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ബാക്കി നമ്മൾ QK അറിയാം, QK 3 ഉണ്ടെന്ന് അറിയാം, QK ഡോട്ട് 3 ഉണ്ട്, GK 3 ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത നമുക്ക് T വേണം. T ആവുന്ന സമയത്ത് ഇവിടെ ഇപ്പം എന്തായിരിക്കും? ഹാഫ് m ഇൻറ്റു വി സ്ക്വയർ ആയിരിക്കും അല്ലേ? വി സ്ക്വയർ എന്തായിരിക്കും? എക്സ് കമ്പോണിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കമ്പോണിൻ്റെ സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം ഇൻറ്റു എക്സ് കമ്പോണിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കമ്പോണിൻ്റെ സ്ക്വയർ പ്ലസ് ഇസഡ് കമ്പോണിൻ്റെ സ്ക്വയർ. വെക്ടർ ഫോം ഒക്കെ അറിയാമോ? അപ്പോൾ അവിടെ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇവിടെ വി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ടാണ്, എക്സ് ഡോട്ടിൻ്റെ സ്ക്വയർ പ്ലസ് വൈ ഡോട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇസഡ് ഡോട്ടിൻ്റെ സ്ക്വയർ അല്ലേ? വി എക്സ് ആണ് പറയുന്നത് എക്സ് ഡോട്ട്, വി വൈ എടുക്കുന്നത് വൈ ഡോട്ട്.
അപ്പോൾ നമുക്കവിടെ ഈ സാധനം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ എഴുതേണ്ടി വരും. ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഒറ്റ, നമ്മൾ ഇത്ര നേരം ചെയ്ത പ്രോബ്ലങ്ങളെല്ലാം ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ 3 കോർഡിനേറ്റ് ഉള്ളതുകൊണ്ട് 3 ഇക്വേഷൻ, എക്സ് വെച്ചുള്ള ഇക്വേഷൻ, വൈ വെച്ചുള്ള ഇക്വേഷൻ, ഇസഡ് വെച്ചുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്ത് ആദ്യമേ എക്സിൻ്റെ എഴുതാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ടിന് പകരം എക്സ് ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ എക്സ് ഈക്വൽ ടു G1. അതിനെ കടത്താൻ വരും ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ വൈ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ വൈ ഈക്വൽ ടു G2. ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ഇസഡ് ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ഇസഡ് ഈക്വൽ ടു G3. അതാണ് എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടോ അത്രയും ഇക്വേഷൻസ് വരും. ഭാഗ്യവശാൽ നമ്മൾ ആദ്യം ചെയ്ത 3 പ്രോബ്ലത്തിനകത്ത് ഓരോ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓരോ ഇക്വേഷൻ. ഇവിടെ 3 കോർഡിനേറ്റ് ഉള്ളത് 3 ഇക്വേഷൻ വരും. അത് ആദ്യത്തെ ഇക്വേഷൻ മാത്രം നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്കിവിടെ ചെയ്യാം ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട്, ഇതാണ് ടി. ആ ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് എന്ത് വരും? ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് ഈക്വൽ ടു ഹാഫ് എം ഉണ്ട്, പിന്നെ 3 പേരാണ്, ഇത് രണ്ടും 0 ആയി പോകും, കാരണം ഇവിടെ എക്സ് ഡോട്ട് ഇല്ല. അപ്പോൾ ഇന്നാണ് ഇൻറ്റു 2x ഡോട്ട് ഈസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇവിടെ എന്ത് വരും? എം എക്സ് ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ എക്സ്. ഡോ ടി ബൈ ഡോ എക്സ് അങ്ങനെ എക്സ് ഇല്ല, അപ്പോൾ ഡോ ടി ബൈ ഡോ എക്സ് 0 ഈസ് ഈക്വൽ ടു G1. G1 എന്താണ്? Fx. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ Fx ഈസ് ഈക്വൽ ടു ഡി എം എക്സ് ഡോട്ട് ബൈ ഡി ടി. അത് Fx ഈസ് ഈക്വൽ ടു ഡി, എന്താണ്? എം മാസ്, എക്സ് ഡോട്ട് വെലോസിറ്റി, മാസിൻ്റെ വെലോസിറ്റിയാണ് മൊമെൻറ്റം, എക്സ് ഡയറക്ഷനിലെ മൊമെൻറ്റം, ഡി പി എക്സ് ബൈ ഡി ടി കിട്ടും. ഇതിനൊക്കെ എഫ് വൈ ഈസ് ഈക്വൽ ടു അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ ഡി ബൈ ഡി ടി ഡോ ടി ബൈ ഡോ വൈ ഡോട്ട്, ആ ഇക്വേഷൻ എഴുതുമ്പോൾ ഡി പി വൈ ബൈ ഡി ടി കിട്ടും. അതുപോലെ എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഡി പി ഇസഡ് ബൈ ഡി ടി കിട്ടും. അപ്പോൾ എല്ലാം ചേർത്ത് നമ്മൾ എന്ത് കിട്ടും? എഫ് വെക്ടർ ഈസ് ഈക്വൽ ടു ഡി പി വെക്ടർ ബൈ ഡി ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡെറൈവ് ചെയ്തു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജനറലൈസ്ഡ് ഫോമാണ്. ഏതല്ല? നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യൽ കേസല്ല, കൺസർവേറ്റീവ് കേസല്ല ഉപയോഗിക്കുന്നത്, ജനറൽ ഫോമാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊന്നും നോക്കിച്ചു.